വർഷം 1950. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 3 വർഷം. 1950 മാർച്ച് 31 22 ക്യാരറ്റ് വരുന്ന ഒരു പവൻ സ്വർണത്തിൻ്റെ വില 72.75 രൂപ മാത്രമാണ്. പിന്നീട് 5 വർഷങ്ങൾ കഴിഞ്ഞ് 1955 മാർച്ച് 31 ഒരു പവൻ സ്വർണത്തിൻ്റെ വില 58.11 രൂപയിലേക്ക് താഴുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞുമൊക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. എന്താണെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് സ്വർണം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നതാണ്. ഇങ്ങനെയുള്ള ഈ സ്വർണത്തിൻ്റെ വില 2024 മെയ് 20 പവന് 55,120 എന്ന നിലയിൽ എത്തിയിരുന്നു. ഇതായിരുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സ്വർണ്ണവില. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് സ്വർണത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. ചരിത്രാതീത കാലം മുതൽക്കേ ഉപയോഗിച്ചു വരുന്ന ഒരു ലോഹമാണ് സ്വർണം എന്നുള്ളത്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹവും സ്വർണമായിരിക്കാമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പുരാതന കാലഘട്ടം മുതൽ രാജാക്കന്മാരുടെ ആഡംബര ജീവിതം പ്രദർശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും മൂല്യവത്തായ ലോഹങ്ങളിൽ മുൻപന്തിയിലാണ് സ്വർണം. ചരിത്രത്തിൽ ക്ഷേത്രങ്ങളും ശവകുടീരങ്ങളുമൊക്കെ അലങ്കരിക്കാൻ സ്വർണം ഉപയോഗിക്കുന്നതും കാണാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ 2600 വർഷങ്ങൾക്ക് മുൻപുള്ള ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫിക്സ് ലിഖിതങ്ങളിൽ ഈജിപ്തിൽ സ്വർണം സുലഭമായിരുന്നെന്ന് പരാമർശിക്കുന്നുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിലും സ്വർണത്തെക്കുറിച്ച് പല പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈജിപ്തും നുബിയയുമാണ് ലോകത്തിൽ ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചിരുന്ന മേഖലകൾ എന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുരാതന കാലം മുതൽക്കേ സ്വർണം എന്ന ലോഹത്തെ മനുഷ്യൻ വളരെ മൂല്യമുള്ളതായി കരുതിയിരുന്നു എന്നതാണ്. ഇന്ന് സ്വർണം എന്നത് നിക്ഷേപകർക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിക്ഷേപമാണ്. ഇതിന് കാരണങ്ങൾ പലതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം സ്വർണത്തിൻ്റെ സ്ഥിരതയാണ്. അതായത് സാമ്പത്തികപരമായോ രാഷ്ട്രീയപരമായോ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് മറ്റ് നിക്ഷേപങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്വർണത്തെ വലിയ രീതിയിൽ ബാധിക്കാറില്ല. അതുപോലെ പണപ്പെരുപ്പത്തിൽ നിന്നുള്ള സംരക്ഷണം, ചരിത്രപരമായ പ്രാധാന്യം, അതായത് മുൻപ് പറഞ്ഞതുപോലെ പുരാതന കാലം മുതലേ സ്വർണത്തിന് മനുഷ്യൻ കൽപ്പിച്ചിട്ടുള്ള മൂല്യവും സ്ഥാനവും, അതോടൊപ്പം ക്യാഷ് പോലെ തന്നെ അല്ലെങ്കിൽ ക്യാഷിലേക്ക് വളരെ എളുപ്പത്തിൽ സ്വർണത്തെ മാറ്റാമെന്നുള്ളതും, കൂടാതെ മറ്റു രാജ്യങ്ങളിലെ കറൻസികളുമായി അത്രയധികം ബന്ധപ്പെട്ട് നിൽക്കാതെ ഏറെക്കുറെ സ്വതന്ത്രമായി നിൽക്കാനുള്ള സ്വർണത്തിൻ്റെ കഴിവുമൊക്കെയാണ് നിക്ഷേപകർക്കിടയിൽ സ്വർണത്തെ കൂടുതൽ പ്രിയമുള്ളതാക്കി തീർക്കുന്നത്. ഇതിലെല്ലാം ഉപരി സ്വർണത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഏറ്റവും നന്നായി രൂപഭേദം വരുത്താൻ സാധിക്കുന്ന ലോഹമാണ് ഇത് എന്നുള്ളതാണ്. അതായത് 1 ഗ്രാം സ്വർണം അടിച്ചു പരത്തി ഒരു ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള തകിടാക്കി മാറ്റാൻ സാധിക്കും. ഇന്ന് ഇന്ത്യൻ വിവാഹവേളകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് സ്വർണം. പലപ്പോഴും സ്വർണം ഐശ്വര്യം കൊണ്ടുവരുമെന്നുള്ള വിശ്വാസവും സ്വർണത്തിൻ്റെ പരമ്പരാഗതമായ മൂല്യവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സ്വർണ്ണാഭരണങ്ങളിൽ ഉണ്ട് എന്നുള്ള വിശ്വാസവും, ഇതിലെല്ലാം ഉപരി വിവാഹവേളയിൽ തങ്ങളുടെ സ്റ്റാറ്റസ് വിളിച്ചോതുന്ന ഒരു വസ്തുവാണ് സ്വർണം എന്നുള്ള ധാരണയുമൊക്കെയാണ് സ്വർണത്തെ ഇന്ത്യൻ വിവാഹങ്ങളിലെ അവിഭാജ്യ ഘടകമാക്കി തീർക്കുന്നത്. എന്താണെങ്കിലും ഇനി നമുക്ക് കേരളത്തിൽ പല വർഷങ്ങളിൽ മാർച്ച് 31 22 ക്യാരറ്റ് സ്വർണത്തിനുണ്ടായിരുന്ന വില ഒന്ന് പരിശോധിക്കാം. 1925 ഒരു പവൻ സ്വർണത്തിൻ്റെ വില 13 രൂപ 75 പൈസ ആയിരുന്നു. 1945 ഇത് 45.49 രൂപയായി മാറി. പിന്നീടുള്ള വർഷങ്ങളിൽ കൂടിയും കുറഞ്ഞുമൊക്കെ നീങ്ങിയ സ്വർണ്ണവില 1970 135.30 രൂപയായി മാറി. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം 1980 സ്വർണ്ണവില പവന് 975 രൂപയിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് അങ്ങോട്ട് കത്തിക്കയറിയ സ്വർണ്ണവില 2000 മാർച്ച് 31 ആയപ്പോഴേക്കും
പവന് 3212 രൂപയിലെത്തി. 2010 ഈ സ്വർണ്ണവില പവന് 12280 രൂപയിൽ എത്തിച്ചേരുന്നതാണ് പിന്നീട് കേരളം കാണുന്നത്. പിന്നീട് അങ്ങോട്ട് സ്വർണ്ണവില കുതിച്ചു കയറുകയാണ്. 2017 മാർച്ച് 31 പവന് 21,800 നിന്ന സ്വർണ്ണവില 3 വർഷം കഴിഞ്ഞ് 2020 മാർച്ച് 31 ആയപ്പോഴേക്കും 32,000 രൂപയിൽ എത്തിച്ചേർന്നു. അവിടം കൊണ്ടും കാര്യങ്ങൾ തീർന്നില്ല. പിന്നീട് അങ്ങോട്ട് കിതയ്ക്കാതെ കുതിച്ച സ്വർണ്ണവില 2024 മാർച്ച് 31 പവന് 500,000 രൂപ കടന്നു. കൃത്യമായി പറഞ്ഞാൽ 50,200 രൂപ. ഈ കയറ്റം പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിലും തുടർന്നു. അങ്ങനെ 2024 മെയ് 20 പവന് 55,120 എന്ന കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സംഖ്യയിലുമെത്തി ഈ സ്വർണ്ണവില. പിന്നീട് അങ്ങോട്ട് കൂടിയും കുറഞ്ഞും പവന് 52,000-നും 55,000-നും ഇടയിലായി കേരളത്തിൽ സ്വർണ്ണവില മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ഈ ബജറ്റിന് ശേഷം സ്വർണ്ണവില പവന് 52,000 രൂപയിൽ താഴെ എത്തിച്ചേർന്നു. സ്വർണ്ണവിലയിലെ ഈ ഇടിവിന് കാരണം സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയവയുടെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതാണ്. സ്വർണത്തിനും വെള്ളിക്കും ബജറ്റിന് മുൻപ് 15% കസ്റ്റംസ് ഡ്യൂട്ടി പുതിയ ബജറ്റിലൂടെ 6% കുറച്ചു. ഇങ്ങനെ ചെയ്തപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന സ്വർണത്തിന് മുൻപുള്ളതിനേക്കാൾ കുറവ് നികുതി നൽകിയാൽ മതി എന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഈ കുറഞ്ഞ നികുതി സ്വർണത്തിൻ്റെ ആകെ വിലയും കുറച്ചു. ഇക്കാരണത്താലാണ് ബജറ്റിന് ശേഷം സ്വർണ്ണവിലയിൽ അത്യാവശ്യം കുറവുണ്ടായത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിലെല്ലാം ഉപരി സ്വർണ്ണവില കൂടിയാലും കുറഞ്ഞാലും സ്വർണമെന്ന മഞ്ഞ ലോഹത്തോടുള്ള മനുഷ്യൻ്റെ പ്രണയം പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സ്വർണത്തെക്കുറിച്ചും സ്വർണ്ണവിലയുടെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇതുപോലുള്ള മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.